ദൈവമാണവർ, ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. പാദം തൊട്ട് നമസ്കരിക്കുന്നവരുണ്ട്. നമുക്കൊരു യാത്ര പോകണമെങ്കിൽ നമ്മൾ കാർ എടുക്കുന്നതിന് മുമ്പ് അവരെ വിളിച്ച് പറയണം പോകണമെന്ന്. ഞങ്ങൾ എൻ്റെ അടുത്ത് പോകുകയാണെന്ന് അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഇവർ തട്ടിപ്പ് പ്ലാനിങ് ആണെന്ന് ആർക്കും അറിയത്തില്ല. ആൾക്കാരുടെ ഈ ആഭരണങ്ങളും അതുപോലെ വസ്തുവകകളും ക്യാഷും മേടിച്ച് അടിച്ചു പൊളിക്കുന്നു. ഒരു ദിവസം 1,45,000 രൂപയുടെ ലോട്ടറി എടുത്ത ചരിത്രമുണ്ട്. 45,000 രൂപ ഞാനും ഇട്ട് കൊടുത്തു. 45,000 രൂപ ലോട്ടറി എടുത്താൽ ഇപ്പം കോടികളുണ്ടാകുമെന്ന് പറഞ്ഞു. പ്രാർത്ഥനാലയം നടത്തിപ്പുകാർ വിശ്വാസികളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി. കോട്ടയം മുണ്ടക്കയം ചെളിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടാലയ പ്രയർ മിനിസ്ട്രി എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയും ഇവരുടെ കുടുംബവും ചേർന്ന വലിയ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് അവിടുത്തെ തന്നെ വിശ്വാസികൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പണവും സ്വർണ്ണാഭരണങ്ങളും വസ്തുവകകളും ഉൾപ്പെടെ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് സരസമ്മ എന്ന ഈ സ്ത്രീയുടെ നേതൃത്വത്തിൽ നടത്തിയത് എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസികൾ തന്നെ നിലവിൽ ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഈ കുടുംബത്തിനെതിരെ പരാതിയുമായി ഇപ്പോൾ വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കടക്കം ഈ തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയിട്ടുണ്ട്. മുണ്ടക്കയത്ത് ഇഷ്ടാലയ എന്നറിയപ്പെടുന്ന ഒരു ആത്മീയ കേന്ദ്രത്തിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇഷ്ടാലയത്തിൻ്റെ ഫൗണ്ടറായ സരൺ ഷാ എന്ന വ്യക്തി സ്ത്രീയും ഫാമിലിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇവരൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. ഇവർക്ക് കർത്താവിൽ നിന്ന് എന്തോ കൃപ കിട്ടിയെന്നും അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിക്കുമെന്നുള്ള അവർ സ്വയം പ്രഖ്യാപിത ദൈവം ആയിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ആൾക്കാരെ കൂട്ടുമായിരുന്നു. അപ്പം അവിടെ ചെല്ലുന്നവർ മറ്റുള്ളവരോട് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഇത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, രോഗസൗഖ്യം കിട്ടുന്നു. എല്ലാവരും അങ്ങനെ കേട്ടറിഞ്ഞ് ആൾക്കാരിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് കേട്ടറിഞ്ഞാണ് അവിടെ ആൾക്കാർ കൂടിക്കൊണ്ടിരുന്നത്. വീട്ടിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ കൂടിയ സമയത്ത് നമ്മൾ കൗൺസിലിംഗ് നടത്തും. കൗൺസിലിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒറ്റുമാരിപ്പെട്ട കാര്യങ്ങൾ നടത്തും. കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കും. പിന്നെ ഭവന പ്രാർത്ഥന വീട്ടിൽ വരും. വീട്ടിൽ വന്ന് ബൈബിൾ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഭീകരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കും. ഈ ഭവനത്തിൽ അനർത്ഥങ്ങൾ വരാൻ പോകുന്നു, വ്യക്തികൾക്ക് മരണം സംഭവിക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞ് വന്ന് പിന്നെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അപ്പോൾ തന്നെ പേടിച്ചു കഴിഞ്ഞു. ഭർത്താവിനോ മക്കൾക്കോ ആർക്കെങ്കിലും ഒരു അനർത്ഥം ഉണ്ടാകുമെന്ന് കേട്ടാൽ നമ്മൾ പേടിക്കും. അങ്ങനെ എല്ലാവരും ചെല്ലും. ആ പ്രാർത്ഥനയിൽ അടിമയാകുകയാണ് ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും പോകും. ഒരു ബന്ധുമിത്രാദികളുടെ മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും ഇവിടെ ശബത്ത് കഴിഞ്ഞിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ശരിയാകുകയില്ല. അതുകൊണ്ട് ഒത്തിരി പേരുടെയും കുടുംബ ബന്ധങ്ങൾ തന്നെ ഇല്ലാതായി. കാരണം സഹോദരൻ്റെ കല്യാണം ആയാലും വേറെ സഹോദരന്മാർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടാലും മരിച്ചാലും ഇത് കഴിയാതെ അവർക്ക് പോകാൻ പറ്റിയില്ല. 100 കുടുംബങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ 300ഓളം പേര് സ്ഥിരമായിട്ട് വരുന്നവരുണ്ട് എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അവർ ഇങ്ങനെ ഞങ്ങൾ സ്വത്രക്കാഴ്ച ഇടും. പിന്നെ ദശാംശം 10-1 ദശാംശം അത് ഈ പ്രസംഗത്തിലൂടെ എല്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ദശാംശം ഇടണം, അത് കർത്താവിന് കൊടുക്കേണ്ടതാണ്. അതെല്ലാവരും കൃത്യമായിട്ട് ചെയ്തു പോകുന്നു. ഒരാളുടെ ഇപ്പോൾ ഒരാഴ്ച ഒരു മേസ്തിരി ആണെങ്കിൽ 1000 6,000 രൂപ ഒരു വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ദശാംശം 600 രൂപ അത് മസ്റ്റായിട്ട് ഇടും. അവിടെ വരുന്നവർക്കൊക്കെ അത് അവർ ചെയ്യും. അത് ഇവർ പിന്നെ ആരോടും വ്യക്തിഗതമായി വിളിച്ച് പറയല്ല ദശാംശം ഇടാൻ. അവർ പൊതുവെ പ്രാർത്ഥനയിൽ പറയും ദശാംശം മസ്റ്റാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്യണം. അപ്പോൾ പേടിയാണ് എല്ലാവർക്കും. ഈ അനർത്ഥം വരുമെന്നുള്ള പ്രഖ്യാപനത്തോട് ജനങ്ങൾ പേടിക്കും. ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തില്ലേ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ അടുത്ത മീറ്റിംഗ് ഒക്കെ വരുമ്പം ദശാംശം എവിടെയെങ്കിലും കൊടുത്തോണം, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനർത്ഥം വരും. കാരണം ഈ പള്ളിയിൽ വരുന്നവർ ദശാംശം വേറെ എടുത്ത് കൊണ്ട് കൊടുക്കുകയില്ല. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞ ആൾക്കാരെ വിശ്വാസം കയ്യിലെടുത്ത് കഴിയുമ്പം നമ്മളെ വിളിക്കും, വീടുകളിൽ വരും, സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കും. വിളിച്ച സഹോദരി, അല്ലേ സഹോദര, ഒരു അത്യാവശ്യമുണ്ട്, ഒരു 50,000 രൂപ മറിക്കാനുണ്ടോ? അയ്യോ ഇല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഇല്ല. ഗോൾഡ് തന്നാൽ മതി. ഇത്രയും വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ഗോൾഡ് കൊണ്ടാണ് കൊടുക്കും. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ എടുത്ത് കൊടുത്തെന്ന് വരും, ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കും. അത് കഴിയും പിന്നെയും ചോദിക്കും. ഈ പ്രാർത്ഥനയിൽ അങ്ങ് ബലം പ്രാപിച്ച് ഒരു വിശ്വാസത്തിന് അടിമയായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. അതായത് ഇവിടെ പോകുന്നവരുടെ ലോകം ഈ ആലയവും ഈ സരൻസ് എന്ന വ്യക്തിയും ബാക്കി ചുറ്റുപരും മാത്രമാണ്. വേറെ അത്ര വിശ്വാസമാണ്. ദൈവമാണവർ, ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. പാദം തൊട്ട് നമസ്കരിക്കുന്നവരുണ്ട്. അത്രയും അവർ പറയുന്നതിന് ഇത് വ്യതിചലിക്കത്തില്ല. ഒരു വീട്ടിലും നമുക്കൊരു യാത്ര പോകണമെങ്കിൽ നമ്മൾ കാർ എടുക്കുന്നതിന് മുമ്പ് വിളിച്ച് പറയണം പോകണമെന്ന്. ഞങ്ങൾ എൻ്റെ അടുത്ത് പോകുകയാണെന്ന് അവർ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ അത്രയും വിശ്വാസത്തിന് അടിമയാക്കി നിൽക്കുന്നവർക്ക് ഒരു രീതിയിലും വ്യതിചലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ തട്ടിപ്പ് പ്ലാനിങ് ആണെന്ന് ആർക്കും അറിയത്തില്ല. അത് കഴിയുമ്പം പിന്നെ പലരോടും ആധാരം ചോദിക്കും. ഇന്ന പോലെ മകന് ബിസിനസ് തുടങ്ങാനാ, അല്ലെങ്കിൽ കടമുണ്ട് കൊടുക്കാനാ. എൻ്റെ വീട്ടിൽ വന്ന് ആധാരം മേടിച്ചത് എൻ്റെ ഹസ്ബൻഡ് കൊടുക്കുകയല്ലായിരുന്നു. മക്കളും ഞാനും കൂടി പറഞ്ഞു കൊടുക്ക്, അവരെടുത്തു തരും. അങ്ങനെ നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിപ്പിച്ചാണ് ആധാരം കൊണ്ടുവരുന്നത്. 2 പേര് വന്ന് വളരെ സന്തോഷമായിട്ട് ആധാരം മേടിച്ചുകൊണ്ട് പോയി. അവസാനം ഞങ്ങൾ പല പ്രാവശ്യം കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. ഈ ആധാരം എവിടെയാണ്, ഞങ്ങൾ എടുത്തോളാം, നിങ്ങൾ പറ. ഇതുവരെ പറഞ്ഞിട്ടില്ല ആധാരം ബ്ലേഡ് കാർഡ് കയ്യില്ല. എവിടെയാണ്? ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് വരുന്നു. അവിടെ വരുന്ന എല്ലാവർക്കും തന്നെ പോയിട്ടുണ്ട്. പക്ഷേ അഭിമാനം ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചവൻ പറഞ്ഞത്
അവരുടെ ആധാരം കൊടുത്തിരിക്കുന്ന ഭർത്താവ് അറിയാതെ അവർക്കിപ്പോൾ ഇവരെടുത്ത് കിട്ടുമല്ലോ സംശയം. അപ്പം ഭർത്താവ് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ കൊലപാതകമായിരിക്കും നടക്കുന്നത്. അങ്ങനെ പലരും വീടുകളിൽ കുടുംബാംഗങ്ങൾ അറിയാതെ മേടിക്കുന്നതുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. സ്വർണം കാരണം 30 പവന് 28 പവന് ഈ കൂടെയുള്ള ഒരു വ്യക്തിയുടെ 30 പവൻ പോയിട്ടുണ്ട്. അല്ലാതെ ഒരു സ്ത്രീക്ക് 28 പവൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പം തരാം തരികയില്ലെന്ന് അവരൊരിക്കലും പറയില്ല. തരാം, ഈ മാസം 30, അടുത്ത മാസം 30, ആഗസ്റ്റ് 30, സെപ്റ്റംബർ 30, ഒക്ടോബർ, ഡിസംബർ 30 തീർന്നു. പിന്നെ പിറ്റേ വർഷം ജനുവരി തുടങ്ങുവാണ്. ഈ പറയുന്നതല്ലാതെ നമ്മുടെ കൈ കിട്ടത്തില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെ തട്ടിപ്പിനിരയായി നമ്മൾ പിന്നെയും കടക്കണിയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കേസ് കൊടുക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ മുണ്ടക്കയം സ്റ്റേഷനിൽ പലരും പരാതി കൊടുത്തു. അത് വിലപ്പോയില്ല. അപ്പോൾ ഒരു 22 പേര് കൂടി ഞങ്ങൾ കോട്ടയം എസ് പിക്ക് കേസ് കൊടുത്തു. അത് ഫോർവേഡ് ചെയ്ത് ഇവിടെ വന്ന് മുണ്ടക്കയം സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളെ അവർ വിളിപ്പിച്ചിട്ട് ഇതിലൊന്നും കാര്യമായ കഴമ്പൊന്നുമില്ല, തട്ടിപ്പല്ല എന്നൊക്കെ പറഞ്ഞ് അവർ FIR ഇടാൻ പറഞ്ഞിട്ടില്ല. അവസാനം ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മീഡിയാസിനെ സമീപിക്കുകയാണ്. ഈ മീഡിയാസിൽ കൂടി എങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇവർ ചെയ്തത് കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി 10 വയസ്സുള്ള പെൺകുട്ടിയുടെ പേരിൽ അക്കൗണ്ട് എടുത്തു, അവരുടെ മോളെ നോമിനി വെച്ചു. അപ്പം ഇവരുടെ ഭർത്താവിന് വേണമെങ്കിൽ അക്കൗണ്ട് എടുക്കാം, അവർക്ക് വേണമെങ്കിൽ എടുക്കാം, മോനിനെടുക്കാം. ഇതൊന്നുമില്ലാതെ വെളിയിൽ നിൽക്കുന്ന കൊച്ചിനെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ച് അതിൽ കൂടിയാണ് ഈ ട്രാൻസാക്ഷൻ മൊത്തം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ഇവർ തടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ കല്യാണം മുടങ്ങിയ പിള്ളേരുണ്ട്, സ്വർണം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ. ഈ പള്ളിക്കുന്നിൽ ഒരു ചേച്ചി വരുന്നുണ്ട്, അവർ 4 പവൻ്റെ സ്വർണം മേടിച്ചിട്ട് അത് കഴുത്തെ പോലും വെക്കാതെ കൊണ്ട കൊടുത്തതാണ്, ആ റെസിപ്റ്റ് പോലും. അവരുടെ കൊച്ചിൻ്റെ കല്യാണം നടത്താൻ കഴിഞ്ഞ മാസം നിന്ന് വെച്ച് കല്യാണം മുടങ്ങിപ്പോയി. കാരണം എന്തെങ്കിലും കൊടുക്കണ്ടേ. നമ്മളുടെ വീടുകളിൽ വരും ചോദിക്കും, അല്ലെങ്കിൽ നമ്മളെ വിളിച്ചു പറയും. വിശ്വാസം മൂത്തിട്ട് എല്ലാവരും കൊണ്ട കൊടുക്കും. അപ്പോൾ ഇതൊരു പ്ലാനിങ് ആയ തട്ടിപ്പാണ്. 2015 ശേഷം വണ്ടികൾ വാരിക്കൂട്ടുക. ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ, കോപ്പർ സ്പോർട്ട്, MG ഹെക്ടർ എന്നിങ്ങനെ വണ്ടികൾ. ഇത് 10 പൈസയുടെ വരുമാനം ഇവർക്ക് ഉണ്ടാകുന്നില്ല. മെയിൻ വരുമാനം പ്രാർത്ഥനാ വരുമാനം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ആൾക്കാരുടെ ഈ ആഭരണങ്ങളും അതുപോലെ വസ്തുവകകളും ക്യാഷും മേടിച്ച് അടിച്ചു പൊളിക്കുന്നു. പിന്നെ ഒരു 10-22 പേര് കൂടി ലോട്ടറി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഒരു ദിവസം 1,45,000 രൂപയുടെ ലോട്ടറി എടുത്ത ചരിത്രമുണ്ട്. 45,000 രൂപ ഞാനും ഇട്ട് കൊടുത്തു. 45,000 രൂപ ലോട്ടറി എടുത്താൽ ഇപ്പം കോടികളുണ്ടാകുമെന്ന് പറഞ്ഞു. ഒരാളുടെ കടം മേടിച്ചാൽ ഇട്ട് കൊടുത്തത്. എനിക്ക് ആ 3 ദിവസം കഴിഞ്ഞ് തരാമെന്ന് വെച്ചാൽ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ലക്ഷങ്ങളുടെ ലോട്ടറി ഉണ്ടാക്കുന്നു. രാത്രി 12 കഴിയുമ്പോൾ ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടാണ് കത്തിക്കുന്നത്. തേനീച്ച തേനെടുക്കാൻ പോകുന്ന പോലെ ഓരോരുത്തരെ ഓരോ വഴിക്ക് വിടുക. ഇവർ പറഞ്ഞിട്ട് വായിക്കാൻ പോയി എടുക്കുന്നു, അക്കൗണ്ടിൽ വരുന്നു, അതെല്ലാം ഇവരുടെ കൊണ്ട് കൊടുക്കുന്നു. അവസാനം ഇവർ ഈ പിള്ളേരുടെ നല്ല അടിച്ചേൽപ്പിച്ച് ഇവർ സ്കിപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അവർ അതിൽ കൂട്ടുന്നത്. എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ള ഈ പ്രോപ്പർട്ടി KSFE പണയപ്പെടുത്തി അവരുടെ മകൻ്റെ പേരിൽ ചിട്ടിയായിട്ട് ചേർന്നിട്ട് ചിട്ടി പിടിക്കുമ്പോൾ നമ്മൾ ഈട് കൊടുക്കണം പ്രോപ്പർട്ടി. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ പേരിലുള്ള ഈ പ്രോപ്പർട്ടി ഇത് കൊടുത്തിട്ട് നമുക്ക് ഒരു കാലാവധി പറയാം, നമുക്ക് 1 വർഷം 12 മാസം 15 മാസത്തിനകത്ത് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞ് ഇത് എടുപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിട്ടി പിടിക്കുന്നിടം വരെ ഇതിൻ്റെ 2-3 പ്രാവശ്യം അടയ്ക്കും. ഇത് ചിട്ടി വീണ് കഴിഞ്ഞ് പൈസ കഴിക്കാതെ കിട്ടി കഴിഞ്ഞാൽ അടയ്ക്കത്തില്ല. ഞങ്ങൾക്കിപ്പോൾ 2-3 എൻ്റെ KSFE എന്നുള്ള നോട്ടീസ് വന്നിരിക്കുകയാണ്. എത്ര രൂപയുടെ ബാധ്യതയുണ്ട് ഈ വീടിന് നിലവിൽ? ഏകദേശം ഒരു 40 ലക്ഷം രൂപയോളം KSFEയിലെ ബാധ്യതയുണ്ട് ഇവരാക്കിയേക്കുന്നത്. നമ്മുടെ ഒരു ചിട്ടി എന്ന് പറയും, പക്ഷേ ഇത് വന്നിട്ട് പല ചിട്ടിയും ലോണും ആക്കി നമ്മുടെ നിന്ന് ഒപ്പിട്ട് മേടിക്കും. അവിടെ ചെല്ലുമ്പോൾ തിരക്കായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കഴിയുമ്പം ഓക്കെ പോകും. പക്ഷേ ഇവരതെല്ലാം നേരത്തെ എഴുതി തയ്യാറാക്കി വെച്ചേക്കുമായിരിക്കും. നമ്മളോട് പറഞ്ഞേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും ഇവരെടുക്കുന്നത്. ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തു പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പം അവർ പറയുന്നത് നമ്മൾ നമ്മുടെ ആ പ്രാർത്ഥനാലയത്തിന് വേണ്ടി ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഇതായിട്ട് ചെയ്യുന്നതാണ്. ആ വിശ്വാസത്തിൽ എടുക്കുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് അടയ്ക്കാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് തിരിച്ച് അടവ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം പറയുമ്പം അവർക്ക് അടയ്ക്കാമെന്ന് പറയുന്നതല്ലാതെ അത് അടയ്ക്കുന്നില്ല. പല നോട്ടീസും വന്ന് ഞങ്ങളവിടെ കൊണ്ട് കാണിക്കുന്നുണ്ട് ഇത് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് നമുക്ക് അവസാനം ഇത് നമുക്കിത് തിരികെ കിട്ടുകയില്ല, ഇത് തട്ടിപ്പ് പോലെയാണെന്നല്ല ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. എൻ്റെ അനിയൻ്റെ വൈഫ് ഹൗസിൽ എൻ്റെ സ്ഥലം വെച്ചിട്ട് മ്യൂണിഷ്യൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ്? അത് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എൻ്റെ ഫോണും ആപ്പ് വഴി എടുക്കാവുന്ന ലോണുകൾ എടുത്തിട്ടുണ്ട്. നമ്മളവരെ ഓരോ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർ തന്നെ അവിടുന്ന് അവരുടെ തന്നെ ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് തന്നെ ഫോണിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കും. എന്നിട്ട് ഓരോ കിട്ടുന്ന ആപ്പുകൾ നമ്മൾ തന്നെ ഈ പല പേരുകൾ ആദ്യമായിട്ട് കേൾക്കുക ഈ ഫോൺ ആപ്പുകളുടെ പേരിൽ. പിന്നെ പേഴ്സണൽ ലോണുകൾ ബജാജിൻ്റെ ഉണ്ട്, IDFC ബാങ്കിനൊക്കെ ലോണുകൾ എടുപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിസന്ധി തന്നെയാണ്. വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്താണ് നിങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും ആക്ഷൻ കൗൺസിൽ ശക്തമായി മുന്നോട്ട് പോകും. മുന്നോട്ട് ഇനി കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈ തട്ടിപ്പിനിരയായ എല്ലാവരും തന്നെ ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പലരിൽ നിന്നായി പല രീതിയിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. അതേസമയം തട്ടിപ്പ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് എന്നുമുള്ളതാണ് ഈ പ്രാർത്ഥനാലയം നടത്തിപ്പുകാരുടെ വാദം.
എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ വിശ്വാസികൾ ചേർന്ന ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിക്കഴിഞ്ഞു. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇഷ്ടാലയ പ്രയർ മിനിസ്ട്രിയിലെ വിശ്വാസികളുടെ തീരുമാനം. കോട്ടയം മുണ്ടക്കയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.